Hi all, in this video we are going to discuss about instruction cycle. Okay, so an instruction cycle includes the following stages, that is fetch cycle, execute cycle, interrupt cycle and indirect cycle. So this is the figure. ഇതാണ് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ മെയിനായിട്ട് ഏതൊരു പ്രോസസ്സ് നടക്കുമ്പോഴും ഈ രണ്ട് ഫെച്ച് സൈക്കിളും എക്സിക്യൂട്ട് സൈക്കിളുമാണ് ഉണ്ടാവുക. അതായത് ഏതാണോ നമുക്ക് വർക്ക് ചെയ്യിക്കേണ്ട അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തേണ്ട ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ആ ഇൻസ്ട്രക്ഷനെ പ്രോസസ്സർ ഫെച്ച് ചെയ്യുന്നു, ഫെച്ച് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്നു, അതാണ് എക്സിക്യൂഷൻ. സോ ഇതാണ് എല്ലാ ഓപ്പറേഷനിലും ഉള്ള കോമൺ ആയിട്ടുള്ള രണ്ട് സ്റ്റേജുകളാണ് ഈ ഫെച്ചും എക്സിക്യൂട്ടും. ഇനി മൂന്നാമതൊന്നാണ് ഇൻട്രപ്റ്റ്. വാട്ട് ഇസ് ആൻ ഇൻട്രപ്റ്റ്? അതായത് ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സ്റ്റേണലായിട്ട് നമ്മുടെ ആ പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു റിക്വസ്റ്റും കൂടിയും വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രോസസ്സർ എന്താ ചെയ്യുക? ആ കറൻ്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സിനെ ഒന്ന് നിർത്തിവെക്കും. താൽക്കാലികമായി ഒന്ന് നിർത്തിവെച്ച് അതിൻ്റെ ഡാറ്റാസിനെയൊക്കെ തിരിച്ച് മെമ്മറിയിലേക്ക് തന്നെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് വന്ന ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് എന്താണോ ആ ഇൻട്രപ്റ്റിനെ പ്രോസസ്സ് ചെയ്യും. അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തിരുന്ന പ്രോസസ്സ് എന്താണോ, ആ നിർത്തിവെച്ച പ്രോസസ്സ് എന്താണോ അത് കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് ഒരു ഇൻട്രപ്റ്റ് വരുമ്പോൾ അവിടെ നടക്കുക. സോ അതാണ് ഇൻട്രപ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ എന്താണ് ഇൻട്രപ്റ്റ്? നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രോസസ്സറിൽ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിൻ്റെ ഫ്ലോനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പുറത്തുനിന്ന് വരുന്ന ഒരു റിക്വസ്റ്റിനെയാണ് നമ്മൾ ഇൻട്രപ്റ്റ് എന്ന് പറയുക. സോ അങ്ങനെ ഒരു ഇൻട്രപ്റ്റ് വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇൻട്രപ്റ്റ് സൈക്കിളിൽ പറയുന്നത്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് സൈക്കിൾ. അതായത് ചില കേസുകളിൽ ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു പ്രോസസ്സർ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ്റെ ഏതൊക്കെ ഡാറ്റാസ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണം എന്ന് നോക്കണമെങ്കിൽ അത് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇൻഡയറക്റ്റ് അഡ്രസ്സുകൾ ഉണ്ടാവാം. അതായത് ഒന്നിൽ കൂടുതൽ തവണ മെമ്മറി റെഫറൻസ് ചെയ്യേണ്ടതായിട്ട് വരും ഡാറ്റ കിട്ടാൻ. അതിനെയാണ് ഈ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് എന്നൊക്കെ പറയാം. സോ അത് ഓരോ സൈക്കിൾ എടുക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും. സോ ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫോളോയിങ് സ്റ്റേജസുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ് സ്റ്റേജസ്? ഫെച്ച് സൈക്കിൾ ഉണ്ട്, എക്സിക്യൂട്ട് സൈക്കിൾ ഉണ്ട്, ഇൻട്രപ്റ്റ് സൈക്കിൾ ഉണ്ട്, ഇൻഡയറക്റ്റ് സൈക്കിൾ ഉണ്ട്. ഈ 4 എണ്ണം കൂടിയതാണ് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫെച്ച്, ഇൻഡയറക്റ്റ്, എക്സിക്യൂട്ട്, ഇൻട്രപ്റ്റ്, ഇതാണൊരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോ സൈക്കിളും എന്താണ്, അതിൻ്റെ ഫിഗറും അതിൽ നടക്കുന്ന ഓപ്പറേഷൻ, മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു 3 സ്റ്റെപ്പ് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അതുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ വാട്ട് ഈസ് എ ഫെച്ച് സൈക്കിൾ അല്ലെങ്കിൽ ഫെച്ച് ഡാറ്റ ഫ്ലോ? ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്താണ്, അല്ലെങ്കിൽ ഫെച്ചിൽ നടക്കുന്ന ഇൻസ്ട്രക്ഷൻ ഫെച്ചിലെ ഡാറ്റ ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ നോക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ചിൻ്റെ ഫിഗർ. ഈ ഒരു ഫിഗറിൽ എന്താ ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറഞ്ഞാൽ? ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ CPU-ന് വർക്ക് ചെയ്യേണ്ട ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇപ്പോൾ നമ്മുടെ ALU-ൽ CPU-ൻ്റെ ഉള്ളിൽ ALU-ൽ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ പ്രോസസ്സ് കഴിയുമ്പോഴേക്ക് അടുത്ത പ്രോസസ്സ് നമുക്ക് ALU-ലോട്ട് ഇട്ട് കൊടുക്കണം. സോ ഏത് പ്രോസസ്സാണ് അവിടെ ഫെച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ടാവും? അതായത് അടുത്തതായിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു, PC-യിൽ അല്ലേ? സോ PC-യിലുള്ള അഡ്രസ്സിനെ ഈ ഫെച്ച് സൈക്കിളിൽ നടക്കുന്ന പ്രോസസ്സാണ് പറയുന്നത് കേട്ടോ. PC-യിലുള്ള അഡ്രസ്സിനെ MAR-ലോട്ട് കൊടുക്കും. ആ ഏരോസ് നോക്കിയിട്ടാണ് നിങ്ങളിതിൻ്റെ മനസ്സിലാക്കേണ്ടത്. സോ MAR-ൽ എന്താണ്? MAR എന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, അഡ്രസ്സുകളെ സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്ററാണ്. PC-യിൽ ഉണ്ടാവുക അഡ്രസ്സാണ്. അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് PC-യിൽ ഉണ്ടാവുക. സോ ആ അഡ്രസ്സിനെ MAR-ലോട്ട് കൊടുത്തു. MAR എന്ത് ചെയ്യും? അത് അഡ്രസ്സാണ് അല്ലേ? അപ്പോൾ അതിന് അഡ്രസ് ബസ്സിലേക്ക് കൊടുത്ത് അഡ്രസ് ബസ്സിലൂടെ പോയിട്ട് എന്ത് ചെയ്യും? മെമ്മറിയിലെത്തും, മെയിൻ മെമ്മറിയിലെത്തും. മെയിൻ മെമ്മറിയിൽ ആ അഡ്രസ്സുള്ള ലൊക്കേഷനിലുള്ള ഡാറ്റ എന്താണോ ആ ഡാറ്റേനെ ഡാറ്റാ ബസ്സിലോട്ട് മെമ്മറി ഇട്ട് കൊടുക്കും.
സോ ഡാറ്റാ ബസ്സിൽ നിന്ന് എന്ത് ചെയ്യും? സോ ആ ഡാറ്റേനെ ഡാറ്റാ ബസ്സിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ആ ഡാറ്റാ ബസ് വഴി എന്ത് ചെയ്യും? അത് MBRലോട്ട് എത്തും ആ ഡാറ്റ, അതല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ. ആ MBR എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറി ബഫർ രജിസ്റ്ററാണ്. താൽക്കാലികമായിട്ട് ഡാറ്റാസിനെയൊക്കെ എടുത്തു വയ്ക്കുന്ന ഒരു മെമ്മറി സ്പേസാണ് MBR. സോ മെമ്മറിയിൽ നിന്ന് വന്ന ആ ഡാറ്റാസിനെ MBRലോട്ട് കൊടുക്കും. MBR എന്ത് ചെയ്യും? അതിനെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് കൊടുക്കും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ത് ചെയ്യും? എപ്പോഴാണോ നമ്മളുടെ ALU ഫ്രീ ആവുന്നത്, അടുത്ത പ്രോസസ്സ് ആയിട്ട് ALUവിനെ, ആ ഇൻസ്ട്രക്ഷനെ ALUവിലോട്ട് ഇട്ട് കൊടുക്കും. ക്ലിയർ? ഇതാണ് ഒരു ഫെച്ചിങ് എന്ന് പറയുന്നത്. സോ എന്താ ഫെച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് 1+2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ഈ ഒരു ഇൻസ്ട്രക്ഷനാണ് നമുക്ക് അടുത്തതായിട്ട് ഇവിടെയുള്ള ALUവിൽ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കേണ്ടത്. സോ ഈ ഒരു ഇൻസ്ട്രക്ഷനെ അഡ്രസ്സാണ് എവിടെ ഉണ്ടാവുക? PC-യിൽ ഉണ്ടാവുക. സോ PC എന്ത് ചെയ്യുന്നു? ആ അഡ്രസ്സ് MARലോട്ട് ഇട്ട് കൊടുക്കും. MAR എന്ത് ചെയ്യും? അഡ്രസ് ബസ്സിലോട്ട് ഇട്ട് കൊടുക്കും. ആ അഡ്രസ് ബസ്സിൽ കൂടെ അഡ്രസ്സ് പോയിട്ട് മെയിൻ മെമ്മറിയിൽ എത്തും. സോ മെയിൻ മെമ്മറിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറേ ലൊക്കേഷൻസ് ഉണ്ടാവും അല്ലേ? മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ലൊക്കേഷൻസ് കൂടിയതാണ് നമ്മുടെ മെയിൻ മെമ്മറി. സോ ആ അഡ്രസ്സ് ഇപ്പോൾ 0 ആണ് 1 ആണെന്ന് വിചാരിക്കുക. ഈ 0ലും 1ലും ഉള്ള ഡാറ്റ ഏതൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യിക്കേണ്ട ഇൻസ്ട്രക്ഷൻ എന്താ? 1+2 അല്ലേ? അപ്പോൾ അത് കിടക്കുന്നത് 1, 2 എന്നുള്ളതൊക്കെ ഓരോ മെമ്മറി ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ അത് ആ 1, 2 എന്ന് പറഞ്ഞ ഡാറ്റ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് എടുക്കും. എടുത്തതിന് ശേഷം ഇനി നമ്മൾ CPU-ൻ്റെ ഉള്ളിലേക്ക് ഡാറ്റ എത്തിക്കണം. എങ്ങനെ എത്തിക്കുക? ബസ് വഴിയല്ലേ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മെമ്മറിയിൽ നിന്ന് ആ അഡ്രസ്സിലുള്ള ഈ ഡാറ്റാസിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഡാറ്റാ ബസ്സിലോട്ട് ഇട്ട് കൊടുക്കും. ഡാറ്റ ആയതുകൊണ്ടാണ് ഡാറ്റാ ബസ്സിലിടുന്നത് അല്ലേ? അഡ്രസ്സ് ഫ്ലോ ചെയ്യുക എപ്പോഴും അഡ്രസ് ബസ്സിൽ കൂടെയാണ്. ഡാറ്റ ആയതുകൊണ്ട് അതിനെ ഡാറ്റാ ബസ്സിലോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് ഡാറ്റാ ബസ്സിലൂടെ മൂവ് ചെയ്തിട്ട് MBRലേക്ക് വരും. ഇപ്പോൾ CPU-ൻ്റെ ഉള്ളിൽ കയറി അല്ലേ ഡാറ്റ. എന്തുകൊണ്ടാണ് MBRൽ വന്ന് MARൽ പോവാതെ? MAR എന്ന് പറഞ്ഞാൽ വെറും അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ളതാ അല്ലേ? അതിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. MBRലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ ആ ഡാറ്റാസിനെ ഇപ്പോൾ 1നെയും 2നെയൊക്കെ നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് എവിടെ കൊണ്ടുവച്ചു? MBRൽ കൊണ്ടുവച്ചു. ഇനി MBRൽ നിന്ന് അതിനെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IRലോട്ട് കൊടുത്തു. ഈ IR ആണ് എന്ത് ചെയ്യുക? ALUവിലോട്ട് ആ ഡാറ്റാസിനെ കൊടുക്കുക. അത് ALUവിലെത്തി. ഇപ്പോൾ 1ഉം 2ഉം എന്ത് ചെയ്തു? ALUവിലെത്തി. ALUവിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? 1+2 എന്ന് പറഞ്ഞ ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നു. അത് അടുത്ത സ്റ്റേജാണ്, എക്സിക്യൂട്ട് സ്റ്റേജാണ് ഈ വർക്കിംഗ് പറയുക. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഫെച്ച് സ്റ്റേജ് മാത്രമാണ് അല്ലേ? ഫെച്ച് സൈക്കിൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഫെച്ച് സൈക്കിളിൽ എന്തേ വേണ്ടൂ? ഒരു ഇൻസ്ട്രക്ഷനെ അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റാസിനെ ഫെച്ച് ചെയ്യുന്നത് മാത്രമേ നമ്മൾ പറയണ്ടൂ. അപ്പോൾ അതാണ് പറഞ്ഞത്. അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ടാവും? PC-യിലുണ്ടാവും. ഇപ്പോൾ PC-യിൽ നിന്നാണ് ഫെച്ച് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുക. അത് ഓർത്ത് വെക്കണം കേട്ടോ. PC-യിൽ നിന്നാണ് ഫെച്ച് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ PC-യിൽ നിന്ന് ആ അഡ്രസ്സിനെ MARലോട്ട് കൊടുക്കും. MAR ആ അഡ്രസ്സിനെ അഡ്രസ് ബസ്സിലിടും. അഡ്രസ് ബസ്സിലൂടെ ആ അഡ്രസ്സ് പോയിട്ട് മെയിൻ മെമ്മറിയിലെത്തും. മെയിൻ മെമ്മറിയിൽ കുറേ ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അഡ്രസ്സ് വന്ന അഡ്രസ്സിൻ്റെ ലൊക്കേഷനിൽ ഏതാണോ ഡാറ്റ, ആ ഡാറ്റേനെ എടുത്തിട്ട് മെമ്മറി എന്ത് ചെയ്യും? ഡാറ്റാ ബസ്സിലോട്ട് ഇട്ട് കൊടുക്കും. കണ്ടോ ആരോ, ബ്ലൂ ആരോ കണ്ടില്ലേ? അത് ഡാറ്റാ ബസ്സിലോട്ട് ഇട്ട് കൊടുക്കും. ഡാറ്റാ ബസ്സിലൂടെ വന്നിട്ട് അത് MBRലെത്തും. MBRൽ നിന്ന് IRലോട്ട് കൊടുക്കും. ഇതൊക്കെ എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലത്തെ വീഡിയോയിലും നമ്മൾ പറഞ്ഞതാണ്, ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. IR എന്ത് ചെയ്യും? എപ്പോഴാണോ നമ്മളുടെ ALU ഫ്രീ ആവുന്നത് ആ സമയത്ത് ഈ ഇൻസ്ട്രക്ഷനെ ALU കൊടുക്കും. ALU അവിടെ വെച്ചിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഫെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്. ഫെച്ചിങ് എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരു ഓപ്പറേഷനായിട്ട് നിങ്ങൾ എക്സാമിന് എഴുതുമ്പം ഇതുപോലെ ഹെഡിങ്സ് ഒക്കെ കൊടുത്ത് ഈ ഫിഗർ വൃത്തിയായി ഫിഗർ വരച്ച് ആരോസ് ഒന്നും തെറ്റാതെ വരച്ചിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഓപ്പറേഷൻസ് എഴുതണം. ആ ഓപ്പറേഷൻസ് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വേറെ കാണിക്കാം. കണ്ടോ, ഇതാണ് ഫെച്ച് സൈക്കിളിൻ്റെ മൈക്രോ ഓപ്പറേഷൻസ്. ഒരു ഫെച്ച് സൈക്കിളിൽ നടക്കുന്ന ഓപ്പറേഷനാണ് ഇത്. ഇവിടെ നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? ഫെച്ച് സൈക്കിള് PC-ന്നാണ് തുടങ്ങണേ അല്ലേ? PC-യിൽ നിന്നാണ് നമ്മുടെ ഫെച്ച് സൈക്കിൾ തുടങ്ങുന്നത്.
സോ പി സിയിൽ നിന്ന് ഏരോ ആദ്യം എങ്ങോട്ടാ, MARലോട്ടാണ് അഡ്രസ്സ് പോണത് അല്ലേ. സോ മൈക്രോ ഓപ്പറേഷൻ നോക്കൂ, പി സിയിൽ നിന്ന് MARലോട്ട് അഡ്രസ്സിനെ കൊടുത്തു. പിന്നെ നമ്മൾ ആ ഫിഗറിൽ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്, ആ അഡ്രസ് ബസ്സിലൂടെ പോയിട്ട് മെമ്മറിയിലെത്തും അല്ലേ. അപ്പം ഇനി അടുത്തത് മെമ്മറിയിൽ നിന്നാണ് ഓപ്പറേഷൻ നടക്കുന്നത്. മെമ്മറിയിൽ ആ അഡ്രസ്സിലുള്ള ഡാറ്റേനെ എടുത്തിട്ട് ഡാറ്റാ ബസ് കൊടുത്ത് ഡാറ്റാ ബസ് വഴി എന്ത് ചെയ്യുന്നു, MBRലോട്ട് ആ ഡാറ്റ വരികയാണ് ചെയ്തത് ഫെച്ച് സൈക്കിളിൽ. സോ മെമ്മറിയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിൽ MBRലോട്ട് ഡാറ്റ വന്നു. ഡാറ്റ വന്നു കഴിഞ്ഞാൽ MBR അതിനെന്താ ചെയ്തത്, IRലോട്ട് കൊടുക്കുക ചെയ്തത്. കണ്ടോ, ഇതാ MBR IRലോട്ട് കൊടുത്തു. ഇത്രയാണ് ഫെച്ചിങ്. ഇത്രയും സ്റ്റെപ്പാണ് മെയിനായിട്ട് ഫെച്ചിങ് എന്ന് പറയുന്നത്. IRലെത്തുന്ന വരെയാണ് ഫെച്ചിങ് പറയുന്നുള്ളൂ. ഇനി എന്തുകൊണ്ട് അവിടെ PC+1 ആക്കി വെച്ചത്, എന്തുകൊണ്ടാണ് PC ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് കാണിക്കുന്നത് അവിടെ? നമ്മൾ പറഞ്ഞു എപ്പോഴും ALUവിൽ വർക്ക് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എവിടെയാണ് ഉണ്ടാവുക, PC-യിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ALUവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിയുമ്പോഴേക്ക് PC എന്ത് ചെയ്യും, അടുത്തത് ALUവിൽ വർക്ക് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സ് PC-യിലുണ്ടാവും. അങ്ങനെ ആ ഒരു അഡ്രസ്സ് നോക്കി ഇതുപോലെ ഫെച്ച് ചെയ്തെടുത്ത് വന്നിട്ട് അതിൻ്റെ ഡാറ്റ ALUക്ക് കൊടുക്കും. അപ്പോൾ എപ്പോഴും ALU വർക്ക് ചെയ്യുമ്പോൾ PC ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലല്ലേ ALUവിലെ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴേക്കും അടുത്ത പ്രോസസ്സിനെ നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും PC-യിലുള്ള അഡ്രസ്സ് ഇങ്ങനെ ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തത് വന്നുകൊണ്ടിരിക്കണ്ടേ, എന്നാലല്ലേ ALUവിലും ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും PC+1 എന്ന് പറഞ്ഞ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. അതായത് PC-യിലുള്ള ഒരു അഡ്രസ്സ് നമ്മൾ ALUക്ക് അതിൻ്റെ ഡാറ്റ കൊടുത്ത് അതിനെ വർക്ക് ചെയ്യിക്കുമ്പോൾ അടുത്ത അഡ്രസ്സ് എവിടെ വരണം, PC-യിൽ വരണം. എന്നാലല്ലേ ALU വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു വർക്കിംഗ് കഴിയുമ്പോഴേക്ക് തന്നെ അടുത്തത് ഇൻസ്ട്രക്ഷൻ നമുക്ക് ALUക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ എപ്പോഴും PC എന്ത് ചെയ്യണം, PC+1 എന്ന് പറഞ്ഞ് ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്, എവിടെയും നിൽക്കുന്നില്ല. ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടോ ALU? ഇല്ല. എപ്പോഴും ഒരു ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോഴേക്കും അടുത്തത് കൊടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, PC-നെ PC+1 എന്ന് പറഞ്ഞ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. സോ ഇതാണ് എന്ത്, ഫെച്ച് സൈക്കിളിൻ്റെ ഒരു മൈക്രോ ഓപ്പറേഷൻ. ഇനി നെക്സ്റ്റ് സൈക്കിളാണ് എക്സിക്യൂട്ട് സൈക്കിൾ. എന്താണ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഓപ്പറേഷൻ നമ്മുടെ കയ്യിലുണ്ട്, ആ ഓപ്പറേഷനെ പ്രോസസ്സ് ചെയ്യുക ALUവിൽ വെച്ചിട്ട് അല്ലേ, അതിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുക. സോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്, ആഡ് R1, X. എന്താ ആഡ് എന്ന് പറഞ്ഞാൽ, ആഡ് ചെയ്യുക, കൂട്ടുക അല്ലേ. അപ്പോൾ R1നെയും രജിസ്റ്റർ R1നെയും ഈ X എന്ന് പറഞ്ഞ ആ ലൊക്കേഷനിലുള്ള വാല്യൂവിനും കൂടി നമ്മൾ കൂട്ടുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്, R1 നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. R1 എന്ന് പറഞ്ഞ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. സോ X എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലൊക്കേഷനിലെ വാല്യൂവിനെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം എടുത്തിട്ട് വരണം. എന്നിട്ട് ആ വാല്യൂവിനെയും R1 രജിസ്റ്ററിനെയും കൂടിയാണ് നമുക്ക് കൂട്ടേണ്ടത്. സോ എന്ത് ചെയ്യുക, ആ R1ലുള്ള വാല്യൂവിനെയും ഈ X എന്ന ലൊക്കേഷനിലുള്ള വാല്യൂവിനെയും നമുക്ക് കൂട്ടണം. സോ ആദ്യം ഈ X എന്നുള്ള ലൊക്കേഷനിൽ പോയിട്ട് ആ വാല്യൂ എടുത്തിട്ട് വരണം. അപ്പോൾ അതിനാണ് ഇവിടെ ഈ ഒരു അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്തു, MARലോട്ട് കൊടുത്തു. MAR നമ്മൾ നേരത്തെ ഫിഗറിൽ കാണിച്ച പോലെ തന്നെ ഇതാണ് എക്സിക്യൂട്ട് സൈക്കിളിൻ്റെ ഫിഗർ. കണ്ടോ, ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള ആ വാല്യൂവിനെ നമ്മൾ MARൽ നിന്ന് അഡ്രസ് ബസ്സിലോട്ട് കൊടുത്തു. ആ അഡ്രസ് ബസ്സിലൂടെ അഡ്രസ്സ് പോയിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട വാല്യൂവിനെ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നു. മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് അതിനെ വാല്യൂ ആയതുകൊണ്ട്, ഡാറ്റ ആയതുകൊണ്ട് എന്ത് ചെയ്യും, അതിനെ ഡാറ്റാ ബസ്സിലിടും. ഡാറ്റാ ബസ്സിൽ നിന്ന് അത് എവിടെ വരുന്നു, MBRൽ വരുന്നു. MBRൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് വേണ്ട ഡാറ്റ കിട്ടി പ്രോസസ്സ് ചെയ്യാൻ അല്ലേ. നമുക്ക് X എന്ന ലൊക്കേഷനിലുള്ള ഡാറ്റയല്ലേ വേണ്ടി വന്നിരുന്നത്. നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു, ആഡ് R1, X ആയിരുന്നു അല്ലേ.
ഈ എക്സ് എന്നുള്ള വാല്യൂ ആണ് നമ്മളിപ്പോൾ ഈ മെമ്മറി പോയിട്ട് ഡാറ്റാബേസ് വഴി എടുത്തു കൊണ്ടുവന്ന് MBRൽ വെച്ചത്. സോ ആ എക്സ് എന്ന വാല്യൂവും ഇപ്പോൾ നേരത്തെ നമ്മുടെ കയ്യിലുള്ള R1 എന്ന ലൊക്കേഷനിലെ വാല്യൂവും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താണ് കാണിച്ചിട്ടുള്ളത്, എക്സിക്യൂട്ട് സൈക്കിളാണ്. സോ ഇതാണ് എക്സിക്യൂട്ട് സൈക്കിളിൻ്റെ ഫിഗർ. MAR ഉണ്ട്. MAR എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ആണ് അഡ്രസ്സിൻ്റെ. MARൽ നിന്ന് ഒരു അഡ്രസ്സ് നമ്മൾ അഡ്രസ് ബസ് വഴി മെമ്മറിയിലേക്ക് കൊടുക്കും. മെമ്മറിയിൽ നിന്ന് ഡാറ്റേനെ എടുത്തിട്ട് എന്ത് ചെയ്യും, MBRൽ കൊണ്ടുവയ്ക്കും. ആ MBRൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ്, ALUക്ക് കൊടുത്തിട്ട് അവിടെ പ്രോസസ്സിങ് നടക്കുകയാണ്. ഓക്കെ, അതാണ് എന്ത്, എക്സിക്യൂട്ട് സൈക്കിൾ. ഇവിടെ കൺട്രോൾ യൂണിറ്റ് എന്തിനാണ് കൊടുത്തിട്ടുള്ളത്, ആ ഒരു പ്രോസസ്സിനെ എക്സിക്യൂഷനെ പ്രോപ്പറായിട്ട് കൺട്രോൾ സിഗ്നൽസ് ഒക്കെ യൂസ് ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കൺട്രോൾ സിഗ്നൽസുകൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എക്സാമിന് ഫിഗർ മാത്രമല്ല, ആ ഫിഗറിൻ്റെ മൈക്രോ ഓപ്പറേഷൻ കൂടി നിങ്ങൾ എഴുതണം. ഇതുപോലെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് എഴുതുക. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, മൈക്രോ ഓപ്പറേഷൻ. ഫിഗർ വരയ്ക്കുക. ഏത് സൈക്കിളാണെങ്കിലും, ഇപ്പോൾ ഫെച്ച് ആണെങ്കിലും എക്സിക്യൂട്ട് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആണെങ്കിലും ഇൻട്രപ്റ്റ് ആണെങ്കിലും അതിൻ്റെ ഫിഗർ വരയ്ക്കുക, ഈ മൈക്രോ ഓപ്പറേഷൻ എഴുതുക. അതാണ് എന്ത്, എക്സാമിന് ചെയ്യേണ്ടത്. ഓക്കെ, എന്നാലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു എക്സിക്യൂട്ട് സൈക്കിൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആഡ് R1, X എന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ടാണ് അല്ലേ. R1ഉം അതുപോലെ X എന്ന ലൊക്കേഷനിലെ വാല്യൂവും കൂടി കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, X എന്ന ലൊക്കേഷനിലുള്ള നമുക്ക് വേണ്ട ഡാറ്റേനെ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ആ അഡ്രസ്സിനെ നമ്മൾ MARലേക്ക് കൊടുത്തു. ആ ഫിഗറിൽ കണ്ടില്ലേ, MARൽ നിന്ന് അഡ്രസ് ബസ് വഴി പോയിട്ട് മെയിൻ മെമ്മറിയിൽ നിന്ന് നമുക്ക് വേണ്ട ഡാറ്റേനെ ഡാറ്റാ ബസ് വഴി മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, MBRലേക്ക് കൊണ്ടുവരികയാണ്. MBRലേക്ക് കൊണ്ടുവന്നാൽ ഇപ്പം നമ്മളെ കയ്യിൽ X എന്നുള്ള വാല്യൂ ഉണ്ട് ഇല്ലേ, MBRലുണ്ട് ആ വാല്യൂ. അപ്പോൾ അതാണ് ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. MBRലത്തെ ആ X എന്നുള്ള വാല്യൂവും പ്ലസ് നമ്മൾ എന്തായിരുന്നു ഇൻസ്ട്രക്ഷൻ, ആഡ് ആയിരുന്നു ഇൻസ്ട്രക്ഷൻ. ആഡ് R1, X ആയിരുന്നു നമ്മളെ ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഈ X എന്നുള്ള വാല്യൂ നമ്മൾ മെമ്മറിയിൽ നിന്ന് എവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, MBRൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതാ ഇവിടെ എത്തിപ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ Xൻ്റെ വാല്യൂ. അപ്പോൾ X പ്ലസ് നമ്മളുടെ ഇൻസ്ട്രക്ഷനിലുള്ള പോലെ R1 ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്യാനാണ്. അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ഇവിടെ പ്ലസ് കൂട്ടി, എന്നിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ R1ലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചു. ക്ലിയർ? ഇതാണ് അപ്പോൾ ഇവിടെ മൈക്രോ ഓപ്പറേഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എക്സാമ്പിൾ. ഈ ഒരു മൈക്രോ ഓപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം ഫിഗർ വരച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് സൈക്കിളാണ് ഇൻഡയറക്റ്റ് സൈക്കിൾ. എന്താണ് ഇൻഡയറക്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു ചില കേസിൽ അല്ലെങ്കിൽ ചില ഇൻസ്ട്രക്ഷനിൽ നമുക്ക് ഇപ്പോൾ മെമ്മറിയിൽ പോയിട്ട് ഡാറ്റ എടുത്തു കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടു അല്ലേ. ഒരു മെമ്മറി അഡ്രസ്സ് ആയിരിക്കും തരിക, ആ മെമ്മറി അഡ്രസ്സിൽ പോയിട്ട് ഡാറ്റ എടുത്ത് വരണം. പക്ഷേ ചില കേസിൽ നമുക്ക് ഒരു വട്ടം മെമ്മറി നോക്കിയാൽ മതിയാവില്ല. അങ്ങനെ നമ്മൾ മെമ്മറിയിൽ ഡാറ്റയ്ക്ക് വേണ്ടി പോയി നോക്കുമ്പോൾ അവിടെ ചിലപ്പോൾ വേറൊരു അഡ്രസ്സാവും ഉണ്ടാവുക. അപ്പോൾ വീണ്ടും ആ അഡ്രസ്സിൻ്റെ ലൊക്കേഷനിൽ പോയി നോക്കേണ്ടതായിട്ട് വരും. അതിനാണ് ഇൻഡയറക്റ്റ് സൈക്കിൾ. അതായത് അഡ്രസ്സ് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കൊടുക്കില്ല. നമ്മൾ ലൊക്കേഷനിൽ പോയി നോക്കുമ്പോൾ അവിടെ പിന്നെയും വേറൊരു അഡ്രസ്സാണ് കാണുക. അപ്പോൾ ആ അഡ്രസ്സിൻ്റെ ലൊക്കേഷനിൽ പോയി നോക്കിയാലേ നമുക്ക് ഡാറ്റ കിട്ടും. കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാനത് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ 1ഉം 2ഉം കൂട്ടുകയാണ്, നമുക്ക് 1+2 ആണ് കൂട്ടേണ്ടത്. അങ്ങനെ നമ്മൾ മെയിൻ മെമ്മറിയിൽ പോയി നോക്കി. ഓക്കെ, മെയിൻ മെമ്മറിയിൽ ഒരു 0, 1, 2 എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മെയിൻ മെമ്മറിയിൽ പോയി നോക്കുമ്പോൾ ഡയറക്റ്റ് മെത്തേഡാണെങ്കിൽ എന്താ ഉണ്ടാവുക, ഇപ്പോൾ നമുക്ക് കൂട്ടേണ്ട 1ഉം 2ഉം, ഇവിടെ 1ഉം ഇവിടെ 2ഉം ഉണ്ടാവും. അതങ്ങോട്ട് ഡാറ്റാബേസ് വഴി MBRൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്താൽ മതി, പ്രോസസ്സ് ചെയ്താൽ മതി. അതാണ് നോർമൽ കേസ്, അതാണ് ഡയറക്റ്റ് മെത്തേഡ്. ജസ്റ്റ് മെമ്മറിയിൽ പോയി നോക്കുമ്പോൾ നമുക്ക് കൂട്ടേണ്ട ഡാറ്റകൾ ആ മെമ്മറി ലൊക്കേഷനിൽ ഉണ്ടാവും. അത് അതിന് ആ ഡാറ്റേനെ എടുത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. പക്ഷേ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ നമ്മൾ മെമ്മറി ലൊക്കേഷനിൽ പോയി നോക്കുമ്പോൾ അവിടെ ഡാറ്റ അല്ല ഉണ്ടാവുക. ഒരു മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ പോയി നോക്കുമ്പോൾ 0, 1, 2 ഇങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ വേറൊരു മെമ്മറിയാണ്, ഒരു അഡ്രസ്സാണ് ഉണ്ടാവുക. അപ്പോൾ ഈ അഡ്രസ്സിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ 1+2 ആണ് നമ്മളുടെ
പ്രോസസ്സ് നമുക്ക് 1ഉം 2ഉം എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് നമ്മളിങ്ങനെ മെയിൻ മെമ്മറിയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ 1ഉം 2ഉം അല്ല ഉണ്ടാവുക. പകരം അവിടെ വേറൊരു അഡ്രസ്സ്, ഇപ്പോൾ 001 അല്ലെങ്കിൽ ഇപ്പോൾ 001 അല്ലെങ്കിൽ 010 അങ്ങനെയുള്ള വേറൊരു അഡ്രസ്സാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ആ അഡ്രസ്സിൽ പോയിട്ട് നോക്കണം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 0001 0010 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡ്രസ്സിൽ പോയി നോക്കുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂസ് 1ഉം 2ഉം ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് മെമ്മറി നോക്കുമ്പോൾ നമുക്ക് എന്താ ഡയറക്റ്റ് കാണാൻ പറ്റില്ല, അവിടെ ഒരു അഡ്രസ്സാവും ഉണ്ടാവുക. വീണ്ടും ആ അഡ്രസ്സിൽ നമ്മൾ രണ്ടാമതും കയറി ആ ലൊക്കേഷനിൽ പോയി നോക്കുമ്പോഴാണ് നമ്മൾക്ക് കൂട്ടേണ്ട വാല്യൂസ് കാണാൻ പറ്റുക. അങ്ങനത്തെ ടൈപ്പ് അഡ്രസ്സുകളും നമുക്ക് ചില ഇൻസ്ട്രക്ഷനിൽ ഉണ്ടാവും. അതായത് 2 വട്ടം മെയിൻ മെമ്മറി പോയി ചെക്ക് ചെയ്യേണ്ട അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് ഇൻഡയറക്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫിഗറിൽ എന്തുണ്ട്, അഡ്രസ്സിനെ നമ്മൾ എവിടെ കൊടുത്തു, അഡ്രസ് ബസ്സിൽ കൊടുത്തു. ആ അഡ്രസ് ബസ്സിൽ നിന്ന് അത് മെയിൻ മെമ്മറി പോയി. മെയിൻ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യാണ്, ആദ്യം നമ്മൾ ആ മെയിൻ മെമ്മറി നോക്കും. എന്നിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും ഇവിടെ ഒരു ആരോ ഉണ്ട് കണ്ടില്ലേ, വീണ്ടും മെയിൻ മെമ്മറി 2 വട്ടം നമ്മൾ മെയിൻ മെമ്മറിക്ക് റെഫറൻസ് കൊടുക്കുന്നുണ്ട്. 2 വട്ടം മെയിൻ മെമ്മറി നോക്കിയതിന് ശേഷമാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത്. ആ ഡാറ്റ നമ്മൾ ഡാറ്റാബേസ് വഴി MBRലോട്ട് കൊടുക്കുന്നു. കണ്ടോ, ഇവിടെ 2 വട്ടം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻ മെമ്മറി നോക്കുന്നുണ്ട്. എന്നിട്ടാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത്. ആ ഡാറ്റേനെ നമ്മൾ എവിടെ കൊടുക്കുന്നു, ഡാറ്റാബേസ് വഴി MBRൽ കൊടുക്കുന്നു. എന്നിട്ടാണ് ഇവിടെ പ്രോസസ്സ് ALUവിൽ വെച്ച് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നോർമലി ഡയറക്റ്റായിട്ട് അഡ്രസ്സ് തരുന്നതിന് പകരം ഒരു അഡ്രസ്സിൻ്റെ ഉള്ളിൽ വേറൊരു അഡ്രസ്സാക്കി തരും. അപ്പോൾ നമ്മൾ 2 വട്ടം മെമ്മറി ലൊക്കേഷൻ പോയി ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഡാറ്റ കിട്ടാൻ. ഓക്കെ, അതിനെയാണ് ഇൻഡയറക്റ്റ് സൈക്കിൾ എന്ന് പറയാം. ഇനി അതിൻ്റെ മൈക്രോ ഓപ്പറേഷൻ നിങ്ങൾക്ക് വേണം. നോക്കൂ, ഇതാണ് ഇൻഡയറക്റ്റ് സൈക്കിളിൻ്റെ മൈക്രോ ഓപ്പറേഷൻ. കണ്ടോ, ആദ്യം നമ്മുടെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സിനെ നമ്മൾ MARലോട്ട് കൊടുത്തു. MARൽ നിന്ന് ഏതാണോ അഡ്രസ്സ് ആ അഡ്രസ്സിൻ്റെ ഫീൽഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഓരോ ഫീൽഡിലും ഉണ്ടാകുക ചിലപ്പോൾ വേറൊരു അഡ്രസ്സായിരിക്കും. ആ വേറെ അഡ്രസ്സ് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ പിന്നെയും ആ അഡ്രസ്സിൻ്റെ ഉള്ളിൽ പോയി നോക്കണം. എന്നിട്ട് നമുക്ക് അവിടുന്ന് ഡാറ്റ കിട്ടും. ആ ഡാറ്റേനെ നമ്മൾ MBRലോട്ട് കൊടുക്കും. MBRൽ നിന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇത് നിങ്ങൾ കാണാതെ തന്നെ പഠിച്ച് കുറച്ച് എളുപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഏരോസ് പോണത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ ഈ സ്റ്റെപ്പുകൾ. അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, അത് കാണാതെ തന്നെ പഠിച്ചു വെക്കണം. ലാസ്റ്റ് സൈക്കിളാണ് ഇൻട്രപ്റ്റ് സൈക്കിൾ. എന്താ ഇൻട്രപ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ 1+2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മളുടെ ALUവിൽ പ്രോസസ്സറിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നു. ഇപ്പോൾ നിങ്ങളൊരു പ്രിൻ്റ് റിക്വസ്റ്റ് കൊടുത്തു വിചാരിക്കുക. നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ. ഇപ്പോൾ നിങ്ങൾ C പ്രോഗ്രാമോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്കൊരു പ്രിൻ്റ് റിക്വസ്റ്റ് വരികയാണ്. ഒരു സിസ്റ്റത്തിന് ഒരു പ്രിൻ്റ് റിക്വസ്റ്റ് വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ ആ പ്രിൻ്റ് ഓക്കെ കൊടുക്കണം വേണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സ് നമ്മളൊന്ന് മിനിമൈസ് ചെയ്തിട്ടിട്ട് ആ പ്രിൻ്റ് റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യും. ഇല്ലേ, പ്രിൻ്റ് എടുക്കാനുള്ളത് എടുത്ത് വയ്ക്കും. എന്നിട്ടാണ് നമ്മൾ വീണ്ടും നമ്മൾ ഏതാണോ കണ്ടിന്യൂ ചെയ്തിരുന്ന നമ്മൾ നിർത്തിവെച്ച പ്രോസസ്സ് അത് വീണ്ടും നമ്മൾ തുടങ്ങി പൂർത്തിയാക്കും. അതാണ് ഒരു ഇൻട്രപ്റ്റിൻ്റെ കേസ്. അപ്പോൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വരുന്ന ഒരു റിക്വസ്റ്റ്, അതിനെയാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുക. ഇനി അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇൻട്രപ്റ്റിൻ്റെ സൈക്കിളിൽ പറയുന്നത്. എന്ത് ചെയ്യും, അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മളുടെ ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ താൽക്കാലികമായിട്ട് മെമ്മറിക്ക് സേവ് ചെയ്ത് വെക്കും. കണ്ടോ, ഈ MARൽ നിന്ന് എന്താണ് അഡ്രസ്സിലോട്ട് കൊടുത്തത്, അഡ്രസ്സാണ്. എന്തിൻ്റെ അഡ്രസ്സാണ്, വന്ന ഇൻട്രപ്റ്റ്. നമുക്കിപ്പോൾ ഒരു പ്രിൻ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു വന്ന ഇൻട്രപ്റ്റിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, MARൽ നിന്ന് അഡ്രസ് ബസ്സിലോട്ട് വെക്കുന്നത്.
അപ്പോൾ ആദ്യം ഒരു ഇൻട്രപ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്താണ് ഇവിടെ ALUവിൽ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻട്രപ്റ്റ് വരും. ആ ഇൻട്രപ്റ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ പ്രോസസ്സിൻ്റെ ഡാറ്റാസിനെ താൽക്കാലികമായിട്ട് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും? MBRൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മളുടെ ALU ഫ്രീ ആയില്ലേ? ALU ഫ്രീ ആയാൽ നമ്മൾ എന്ത് ചെയ്യും? ആ വന്ന ഇൻട്രപ്റ്റിനെ പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്യാൻ അതിൻ്റെ അഡ്രസ്സിനെ MARൽ നിന്ന് അഡ്രസ് ബസ്സിലോട്ട് ഇട്ട് കൊടുക്കും. ആ ഇൻട്രപ്റ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് അഡ്രസ് ബസ്സിൽ നിന്ന് അഡ്രസ്സ് എന്ത് ചെയ്യും? മെമ്മറിയിൽ പോവും. മെമ്മറിയിൽ പോയിട്ട് ആ ഡാറ്റ ഇൻട്രപ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ട ഡാറ്റാസിനെ എടുത്തിട്ട് എവിടെ വരും? ALUക്ക് കൊടുക്കും. അത് ALUക്ക് കൊടുത്തതിന് ശേഷം അത് പ്രോസസ്സ് ചെയ്യും. അങ്ങനെ ഫുള്ളായിട്ട് ആ ഇൻട്രപ്റ്റിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ നിർത്തിവെച്ച ആ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. MBRലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ കണ്ടൻസിനെ നമ്മൾ കോപ്പി ചെയ്ത് വെക്കും താൽക്കാലികമായിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വന്ന ആ ഒരു ഇൻട്രപ്റ്റിൻ്റെ അഡ്രസ്സ് നോക്കി അതിന് വേണ്ട ഡാറ്റാസിനെ പോയി എടുത്തു കൊണ്ടുവന്ന് ആ ഒരു ഇൻട്രപ്റ്റ് അവിടെ വർക്ക് ചെയ്യും. വർക്ക് ചെയ്തതിന് ശേഷം ഇൻട്രപ്റ്റ് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഈ ഡാറ്റാസിനെ നമ്മൾ വീണ്ടും ALUക്ക് തന്നെ കൊടുത്തിട്ട് നമ്മളുടെ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സോ ദി ലാസ്റ്റ് ഫിഗർ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ ഇൻട്രപ്റ്റ് വന്നാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ പഠിച്ചതാണ് നമ്മുടെ മൊഡ്യൂളിൽ. അതിൽ കൂടെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് എന്താണ്? ഒരു ഇൻട്രപ്റ്റാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്, അല്ലേ? ഒരു പ്രോസസ്സ് നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻട്രപ്റ്റ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? താൽക്കാലികമായിട്ട് നമ്മുടെ പ്രോസസ്സിനെ ഒന്ന് നിർത്തി വെച്ചിട്ട് ആ ഇൻട്രപ്റ്റിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നിർത്തിവെച്ച പ്രോസസ്സിനെ എന്ത് ചെയ്യും? വീണ്ടും തുടങ്ങി കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ.